കർത്താവിൻ്റെ വചനം, അതായത് ദൈവത്തിൻ്റെ സന്ദേശം പഠിപ്പിക്കുവാനുള്ള പ്രചോദനം മരുഭൂമിയിൽ വെച്ച് സക്കറിയായുടെ മകനായ യോഹന്നാന് കിട്ടി. പശ്ചാത്തപിച്ച് പാപങ്ങൾക്ക് പരിഹാരം നേടുക എന്ന് പ്രസംഗിച്ചുകൊണ്ട് അദ്ദേഹം ജോർദാനിലേക്ക് വന്നു. യോഹന്നാൻ്റെ പ്രസംഗം ജനങ്ങളിൽ വലിയൊരു കോളിളക്കം തന്നെ ഉളവാക്കി. ഒരുപക്ഷെ തങ്ങൾ കാത്തിരുന്ന മിശിഹ തന്നെ ആയിരിക്കുമോ ഈ മനുഷ്യൻ എന്നവർ ചിന്തിക്കാൻ തുടങ്ങി. യോഹന്നാൻ പറഞ്ഞു, എന്നേക്കാൾ വലിയവനായ ഒരുവൻ വരും, അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളി അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ്റെ പ്രസംഗത്തിൻ്റെ കീർത്തി ജൂദയ മുഴുവൻ പരന്നു. ചെറിയൊരു ഗ്രാമമായ നസ്രത്തിൽ കൂടി ആ വാർത്തയെത്തി. ഈ വാർത്തയറിഞ്ഞപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി, തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുവാൻ തൻ്റെ സ്വർഗീയ പിതാവ് നിശ്ചയിച്ച വിനാഴിക ആഗതമായിരിക്കുന്നു എന്ന്. ഉടനെ അവിടുന്ന് അമ്മയിൽ നിന്ന് വേർപിരിഞ്ഞ് ഒരു ചെറിയ സംഘം അനുയായികളോടുകൂടി ജോർദാനിലേക്ക് പുറപ്പെട്ടു. ജോർദാനിലെത്തിയപ്പോൾ ക്രിസ്തുവും അനുയായികളും കൂടി ജ്ഞാനസ്നാനപ്പെടാൻ കാത്തുനിന്നു. മിശിഹ ഒരിക്കൽ ജോർദാനിലേക്ക് വരുമെന്ന് യോഹന്നാൻ അറിയാമായിരുന്നു. ഈശോ വന്ന് തൻ്റെ മുമ്പിൽ വെള്ളത്തിൽ നിന്നപ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള പ്രചോദനം കൊണ്ട് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതാരെന്ന് യോഹന്നാന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, അങ്ങാണല്ലോ എന്നെ സ്നാനം ചെയ്യേണ്ടത്. എന്നിട്ട് എൻ്റെ അടുക്കൽ അങ്ങ് വരികയോ? വളരെ വിനീതനും ശാന്തനുമായി ഈശോ മറുപടി പറഞ്ഞു, ഇപ്പോൾ ഇങ്ങനെ തന്നെ നടക്കട്ടെ. ന്യായാനുസൃതമായ എല്ലാ അനുഷ്ഠാനങ്ങളും നാമും നിർവഹിക്കേണ്ടത് ഉചിതം മാത്രമാണ്. ഈശോ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ സ്വർഗം പെട്ടെന്ന് തുറക്കുന്നതും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ എഴുന്നള്ളി വരുന്നതും അവിടുന്ന് കണ്ടു. ആ സമയം ആകാശത്തു നിന്ന്, ഇവൻ എൻ്റെ വത്സലപുത്രനാണ്, ഇവനോടെനിക്ക് അതീവ പ്രീതിയുണ്ട് എന്നൊരു ശബ്ദം മുഴങ്ങി. യോഹന്നാൻ്റെ പ്രവർത്തനം കേന്ദ്രീകരിക്കപ്പെട്ട ഏറ്റവും വലിയ വിനാഴികയായിരുന്നു ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാന സമയം. യോഹന്നാൻ്റെ പരസ്യജീവിത പ്രവർത്തനം പൂർത്തീകരിക്കപ്പെടുന്നത് ഈ ജ്ഞാനസ്നാനപ്പെടുത്തലിലാണ്. ക്രിസ്തുവിൻ്റെ ഈ ജ്ഞാനസ്നാന കർമ്മം വഴി പിതാവായ ദൈവം തൻ്റെ പ്രിയപ്പെട്ട പുത്രനായ മിശിഹായുടെ പ്രവർത്തനത്തിന് അംഗീകാരം കൊടുത്തു. അങ്ങനെ ദൈവം മനുഷ്യരക്ഷയ്ക്ക് തൻ്റെ വാഗ്ദാനം നിറവേറ്റുന്നു. പുതിയ നിയമം വന്ന് പഴയ നിയമത്തെ നീക്കുകയാണ്. ക്രിസ്തുവിൻ്റെ അതിഗൗരവമായ ഈ ചടങ്ങിന് ശേഷം യോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ പലരും ക്രിസ്തുവിൻ്റെ അനുയായികളായി മാറി.